വിക്രമാദിത്യൻ സെക്കൻഡ് പാർട്ട് ഉണ്ടോ? ലാൽ ജോസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ലാലു അങ്കിൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്നാ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇടയ്ക്ക് വെച്ച് എന്തോ സ്ക്രിപ്റ്റിൻ്റെ എന്തോ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ടേഴ്സൊക്കെ ഓക്കെ ആയിരിക്കണം, ആ സ്ക്രിപ്റ്റ് ഓക്കെ ആയിരിക്കണം, എങ്കിൽ ആ പടം നടക്കും. ഓക്കെ. ആ പടം ഇറങ്ങിയതിന് ശേഷം അന്ന് ഭയങ്കര ഓക്കെ ആയിരുന്നു. പിന്നെ ഒരുപാട് ട്രോൾ ഉണ്ടായിരുന്നു. അതായത് ജോലി കിട്ടിയവൻ്റെ കൂടെ പോയി ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ. അതെ, കാണാറുണ്ടായിരുന്നോ? പിന്നെ ആക്ച്വലി അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലി ആ കഥാപാത്രം എടുത്തൊരു തീരുമാനമായിരിക്കാം. പിന്നെ ഒരു റൈറ്റർ എഴുതി വെക്കുന്നതല്ലേ നമ്മൾ പെർഫോം ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ലൈഫിൽ മേ ബി നമ്മുടെ കുറേ ഡിസിഷൻസ് നമ്മൾ അങ്ങനെ പ്രാക്ടിക്കലി എടുക്കേണ്ടി വരില്ല. അങ്ങനെ ആയിരിക്കാം ദീപിക തീരുമാനം എടുത്തത്. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം. അന്ന് നമിതയുടെ വർത്താനം കണ്ടിട്ട് ദുൽഖറും ഉണ്ണിമൂന്തനൊക്കെ സ്കൂട്ടായി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉള്ളതാണ്? ഉണ്ണിച്ചേട്ടാ ചുമ്മാ പറയുന്നതാന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ആണോ? അത് ചാറവറ വർത്താനം പറയുന്നു. കംഫർട്ടബിൾ ആണെങ്കിൽ, എൻ്റെ മൂഡ് അനുസരിച്ചാണ്. കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ വർത്താനം പറയുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുറവാണ്. ആ കഥ ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്, ഈ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ കഥ. അങ്ങനെ ഉണ്ടോ? ഓടുവോ? എനിക്കറിയില്ല ശരിക്കും. ഇപ്പോൾ ദുൽഖർ എൻ്റെ അടുത്ത് നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. പിന്നെ കഥകളൊക്കെ പറയുമായിരുന്നു. അല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈഫ് സ്റ്റോറീസ് ഒക്കെ പറയുമായിരുന്നു.